1, 2, 3. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിന് മുമ്പ് ഓണം ഇങ്ങനെ എത്തിയിട്ട് നമ്മുടെ ഓണം സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അത്തം മുതൽ ഓണം വരെ നമ്മൾ 10 ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് ഓണം റിലേറ്റഡ് ആയിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിൽ കയറി നോക്കുക. ഡെയിലി നിങ്ങൾക്ക് വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് പോവാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബ്ലൗസ് കാണിക്കാനാണ്. ഒരു 5 ബ്ലൗസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് കേട്ടോ. നമ്മളിപ്പോ ഒരു ബ്ലൗസ് എന്തായാലും നമ്മൾ സെറ്റ് മുണ്ട് ആയിക്കോട്ടെ, സെറ്റ് സാരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ മോഡൽ ഡ്രസ് ബ്ലൗസസ് ആണ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ട്രഡീഷണൽ ആയിട്ടുള്ള ബ്ലൗസസ് ആണ് ഞാനിപ്പം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ബ്ലൗസസ് എല്ലാം ഒരു 300 രൂപ താഴെയുള്ള ബ്ലൗസുകളാണ് കേട്ടോ. അതായത് റെഡിമെയ്ഡ് 300 റുപ്പീസിന് താഴെയുള്ള നല്ല ക്വാളിറ്റി ബ്ലൗസുകൾ ഞാൻ മീഷോയിൽ നിന്നും മെയിൻലി മീഷോയിൽ നിന്നാണ് ആൻഡ് ആമസോണിൽ നിന്നും കൂടി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബ്ലൗസുകൾ ഞാൻ ഇങ്ങനെ ഒരു കാണിക്കാം എന്ന് വിചാരിച്ചതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെറ്റീരിയൽ എടുക്കാൻ ചെന്നാൽ തന്നെ ഒരു 100 രൂപ മിനിമം പോട്ടെ, ഒരു 80 രൂപയെങ്കിലും നമ്മൾ മെറ്റീരിയലിന് കൊടുക്കണം. തയ്യക്കാശാണെങ്കിലോ ഞങ്ങൾ ഇവിടെയൊക്കെ തയ്യക്കാശ് കൊടുക്കുമ്പോൾ 400 രൂപ, 250 കുറഞ്ഞ് എന്തായാലും തയ്യക്കാശ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കൊടുക്കണം, തയ്ക്കാൻ വെയിറ്റ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഷടപട 200 രൂപ, 150 രൂപ, 300 രൂപ, മാക്സിമം 300 രൂപ വരെയുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം നല്ല ക്വാളിറ്റിയും നല്ല മെറ്റീരിയലിന്റെ ആണ് കേട്ടോ. അപ്പൊ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടി ഇതാക്കുന്നില്ല, നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നിട്ട് എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. ഇതൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ബ്ലൗസ് ആണ്. 3/4 സ്ലീവ് ആണ്. ഈ സ്ലീവിലായിക്കോട്ടെ നെക്ക് പോർഷനിലായിക്കോട്ടെ ഇങ്ങനെ ലേസിന്റെ വർക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. പ്രിൻസസ് കട്ടിൽ വരുന്നതാണ് ഈ ഒരു ബ്ലൗസ് വന്നിട്ട്. ഇതിന്റെ ബാക്ക് സൈഡ് ആണ് ഇത് ഇതുപോലെ ഒരു യു ഷേപ്പിൽ വരുന്ന ഒരു ബാക്ക് സൈഡ് ആണ്. ആൻഡ് അഫ്കോഴ്സ് ഇതിന്റെ താഴത്തെ ഈ ഒരു ബട്ടന്റെ അവിടെ ആയിട്ട്, അതായത് നമ്മുടെ ഹുക്കിന്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആണ്. നമുക്കൊരു ഗോൾഡൻ ഇപ്പൊ ഇതുപോലത്തെ പ്ലെയിൻ സെറ്റിന്റെ കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ബ്ലാക്കിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ക്രോപ്പ് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യണം, ഒരു സെറ്റിന്റെ പോലത്തെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐവറി കളർ, ഗോൾഡൻ കളർ, ബേജ് കളർ അങ്ങനത്തെ സ്കേർട്ടിന്റെ ഒക്കെ കൂടെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ഈ സാധനം പോകും. ഇതിന്റെ റേറ്റ് വന്നിട്ട് 300 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ അതിൽ ലിങ്ക് ആണോ കോഡാണോ അവൈലബിൾ നോക്കിയിട്ട് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തു. സെക്കൻഡ് വണ്ണും നമുക്കൊരു ബ്ലാക്ക് തന്നെ കണ്ടേക്കാം. ബ്ലാക്ക് കഴിഞ്ഞിട്ട് പോവാട്ടോ. ഇതും ഒരു ബോട്ട് നെക്ക് വന്നിട്ടുള്ളതാണ്. മറ്റേതൊരു ടേർട്ടിൽ നെക്ക് ആയിരുന്നു, ഇതൊരു ബോട്ട് നെക്ക് ആണ്. ഇതിന്റെ സ്ലീവിലായിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക്സ് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നിറച്ച് എംബ്രോയിഡറി വർക്ക്സ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് സോറി, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് ഗൈസ്. ഞാൻ ബ്ലൗസ് തിരിച്ചടിച്ചത്. ഞാൻ ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണെന്ന് വിചാരിച്ചത്. ഇത് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആണ്. ഇതൊരു പ്രിൻസസ് കട്ടിൽ വരുന്ന ബ്ലൗസ് ആണ് കേട്ടോ. ഇപ്പൊ കറക്റ്റ് ആയി. ഇപ്പൊ നമ്മൾ ഈ ഒരു പോർഷനിലായിട്ടായിരിക്കും ഇത് വരുന്നത്, വർക്ക് വന്നിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ ഷോള് വരുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വർക്കില്ല, ബട്ട് സ്ലീവിൽ വർക്ക് ഉണ്ട് കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ട് മൾട്ടി കളേർഡ് ആണ്. കുറച്ചും കൂടി എടുത്തു നിൽക്കുന്നത് ബീഡിങ് ഒക്കെ കൊടുത്തേക്കുന്നത് റെഡ് കളറിലാണ് കേട്ടോ. ഇത് നമുക്ക് ക്രോപ്പ് ടോപ്പ് പോലെയൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം. സെറ്റ് സാരിക്ക് സെറ്റ് മണ്ണ് മാത്രമല്ലാണ്ട് വേറെ നമുക്ക് കളർ ബ്ലൗസ് ഒക്കെ ആയിട്ടും കളർ സാരിക്കൊക്കെ നമുക്ക് ബ്ലൗസ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 230 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്തെങ്കിലും റേറ്റ് മാറിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ വാങ്ങിച്ചപ്പോഴുള്ള റേറ്റ് ആണ് കേട്ടോ പറയുന്നത്. ഞാൻ ഒരു 2 ആഴ്ച മുന്നെയാണ് ഇത് വാങ്ങിയത്. അപ്പൊ എന്തായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറയാം. എന്റെ ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ബോൾ കാർട്ടോട്ട് വരുന്ന ഒരു എന്താ പറയാ സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരു ബ്ലൗസ് ഇട്ടു. ഇത് ആക്ച്വലി പാഡഡ് ബ്ലൗസ് ആണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇതൊരു പാഡഡ് ബ്ലൗസ് ആണ്. പ്രിൻസസ് കട്ടിൽ വരുന്ന ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ബ്ലൗസ് ആണ്. ഇതിൽ സ്ലീവ് കൊടുത്തിട്ടില്ല, അതായത് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇവിടെ എക്സ്ട്രാ സ്ലീവ് അവർ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ഇഷ്ടമില്ലാത്തവർക്കാണ് സ്ലീവ് വേണമെങ്കിൽ ഇവിടെ ഒരു കുട്ടി സ്ലീവ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതെല്ലാം എടുത്തേക്കണം സ്മോൾ സൈസിലാണ്. അപ്പൊ നിങ്ങൾക്ക് സ്മോൾ സൈസ് മുതൽ അങ്ങോട്ട് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഡീപ്പ് ആയിട്ടുള്ള നെക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്രിൻസസ് കട്ടിലാണ്. ആൻഡ് അഫ്കോഴ്സ് ബാക്കിൽ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ കുഞ്ചലും ഒക്കെ തൂക്കിയിട്ടുണ്ട്. നല്ല രസം. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം. എനിക്ക് ഈ മെറ്റീരിയൽ ആയിക്കോട്ടെ ഈ ഒരു പാറ്റേണും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. ആൻഡ് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഒരു പാഡഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ എന്തോരം പൈസ കൊടുക്കണം. ഇതിന്റെ വിലയാണ് ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. ജസ്റ്റ് 180 റുപ്പീസ് ഉള്ളൂ, 180 രൂപ. ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 200 രൂപ 210 രൂപ കണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നല്ല വർത്താണ്. മെറ്റീരിയൽ ആയിക്കോട്ടെ. ഇത് ലൈനിങ് വന്നിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ. മറ്റേതിനൊന്നും നമ്മൾ ലൈനിങ് ഉണ്ടായിരുന്നില്ല. ഇതിന് ലൈനിങ് ഇല്ല, മറ്റേതിനും ലൈനിങ് ഇല്ല. ബട്ട് ഇത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ബ്ലൗസ് ആണ്. ലൈനിങ് ഉള്ള ബ്ലൗസിന് ഇത്രയും അഫോർഡബിൾ ആയുള്ള റേറ്റ് കിട്ടുമ്പോഴേക്കും കിഡിലോസ്കി സാധനമാണ്. അപ്പൊ എന്തായാലും ഇത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. വേറെ ഒന്നും ചെക്ക് ചെയ്തെങ്കിൽ ഇത് ചെക്ക് ചെയ്തോളൂ. അടുത്തത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അജ്രക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അജ്രക്
തനി അജ്രക് മെറ്റീരിയൽ അല്ല, അജ്രക് മെറ്റീരിയലിന്റെ ഒരു മോഡൽ വരുന്നിട്ടുള്ളതാണ്. ഇതാണ് ബ്ലൗസ് കേട്ടോ. ഇതൊരു ഇവിടെ പ്രിൻസസ് കട്ടിൽ വരുന്ന ബ്ലൗസ് ആണ്. ഈ മിഡിൽ പോർഷനിലെ അജ്രക്കും ഇപ്പുറത്തെ പ്ലെയിൻ റെഡും ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ് റെഡ് ആയിട്ട് തോന്നും. ഇതൊരു മെറൂണിഷ് റെഡ് ആണ് കേട്ടോ, അത്രയും ബ്രൈറ്റ് അല്ല. ഇതിന്റെ കൈയിന്റെ താഴത്താണെങ്കിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആണ് കേട്ടോ, ബാക്ക് ഓപ്പൺ അല്ല, ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആണ്. സ്മോൾ സൈസിലാണ് എടുത്തേക്കണം, പക്ഷെ ഇത് ഇത്തിരി എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തു. ഇത് എന്തായാലും എനിക്കൊന്ന് സൈഡ് അടിക്കേണ്ട വരും. ഇതും നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ സാരികൾക്ക്, ബ്ലാക്ക് സാരിക്ക്, പ്ലെയിൻ ബ്ലാക്ക് സാരിയുടെ കൂടെ അടിപൊളിയായിരിക്കും. സെറ്റിന്റെ കൂടെയൊക്കെ സെറ്റ് ബ്ലാക്ക് കര വരുന്ന സെറ്റ്, അല്ലെങ്കിൽ റെഡ് കര വരുന്ന സെറ്റിന്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് ട്രഡീഷണൽ അല്ലാണ്ട് കുറച്ച് ഇത്തിരി മോഡേൺ ആയിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസ് ട്രൈ ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബ്ലൗസ് ഇതേ ഈ ഒരു ബ്രൊക്കേഡിന്റെ ബ്ലൗസ് ആണ് കേട്ടോ. ബ്രൊക്കേഡ് എന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ. ഇതും ലൈനിങ് വരുന്ന ബ്ലൗസ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇപ്പൊ 330 കിടപ്പുണ്ട്. ഞാൻ വാങ്ങുമ്പോൾ 280 രൂപ അങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിയതാട്ടോ, ഈ ഇടക്ക് വാങ്ങിയതല്ല. ഇതിന് മുന്നേ നമ്മള് ഒരു ഹീരാമണ്ടി ഫിലിമൊക്കെ ഇറങ്ങില്ലേ, ആ സമയത്ത് വാങ്ങിയതാട്ടോ. അതിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇതൊരു ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളതാണ്. വീനൊക്കെ വരുന്നത്, ബാക്കിലാണെങ്കിൽ ബോട്ടനൊക്കെ വരുന്നത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റിയുമാണ്. ഇതെനിക്ക് ഒന്നും ചെയ്യേണ്ട വന്നില്ല, എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. സ്മോൾ സൈസ് എടുത്തിട്ട് എന്റെ ഒരു വണ്ണുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്യൂട്ട് ആവും കേട്ടോ. ഇങ്ങനെ നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളും ക്വാളിറ്റി ആയിക്കോട്ടെ, നമുക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് എന്തായാലും നല്ല ക്വാളിറ്റിയാണ്, പ്രൈസിനെക്കാളും നല്ല ക്വാളിറ്റിയാണ്. ആ ലൈനിങ്ങും ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാനും പറ്റും കേട്ടോ. ഇത് നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ടോ സ്കേർട്ടിന്റെ കൂടെ ഒക്കെ ഇടാം, അല്ലെങ്കിൽ സാരിയുടെ കൂടെ വേണമെങ്കിൽ സാരിയുടെ കൂടെ ഇടാം. സെറ്റിന്റെ മാത്രമല്ല വേറെ ഏത് സാരിയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. സോ അപ്പൊ ഇത്രയും ഒരു 5 ബ്ലൗസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളതുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഓണത്തിന് വാങ്ങുക. ഇനിയിപ്പം ഓണം പെട്ടെന്ന് എത്തി, നിങ്ങൾക്ക് ബ്ലൗസൊന്നും തയ്ക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് താഴത്ത് കമന്റ് ചെയ്തിട്ടുണ്ടാകും, ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ടാറ്റാ ബൈ ബൈ.